ഇന്നത്തെ വാർത്തയിലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു. പെരിയ ഇരട്ടക്കൊല കേസിൽ വിധി വരുന്ന ദിവസമാണ്. എറണാകുളം പ്രത്യേക CBI കോടതിയിൽ ആണ് വിധി പറയുക. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം CPM നേതാക്കളും പ്രവർത്തകരുമായ 24 പ്രതികളാണ് കേസിലുള്ളത്. 2019 ഫെബ്രുവരി 17 കല്യാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത്. ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം CBI ഏറ്റെടുക്കുകയായിരുന്നു. സൈഫുനിസ അലിയാർ ചേരുന്നു വിശദാംശങ്ങളുമായി. സൈഫുനിസ, മുൻ MLA അടക്കം പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന കേസാണ്. കോളിളക്കമുണ്ടാക്കിയ ഇരട്ടക്കൊല കേസ് എന്ന പേരിൽ പ്രധാനപ്പെട്ട ഒരു കേസായി മാറി. ആദ്യത്തെ അന്വേഷണങ്ങളെല്ലാം നമ്മൾ കണ്ടു. ആദ്യം പോലീസ് അന്വേഷിച്ചു, പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. ഇതിപ്പോൾ ശ്രദ്ധേയമായ വിധിക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എപ്പോഴേക്കാണ് വിധി പ്രസ്താവം ഉണ്ടാവുക? സൈഫുനിസ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കൊച്ചി CBI കോടതി ജഡ്ജി ശേഷാദ്രിനാഥാണ് ഇന്ന് പെരിയ ഇരട്ട കൊലപാതക കേസിൽ വിധി പറയുക. ആദ്യ കേസായി തന്നെ ഈ കേസ് പരിഗണിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഈ TP വധത്തിന് ശേഷം CPM ഏറ്റവും കൂടുതൽ ജനരോഷം നേരിട്ട ഒരു കേസ് കൂടിയായിരുന്നു പെരിയ ഇരട്ട കൊലപാതകം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷിനെയും ശരത്ലാലിനെയും ബൈക്കിൽ സഞ്ചരിക്കവെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. 2019 ഫെബ്രുവരി 17 നടന്ന കേസിൽ ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കാൻ ഇരിക്കെയാണ് കുടുംബം കോടതിയെ സമീപിച്ചത്. അന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന നിരീക്ഷണത്തോടെ CBIക്ക് ഈ അന്വേഷണം വിടുകയായിരുന്നു. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയും സുപ്രീം കോടതിയെയും സമീപിച്ചത് ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് തിരിച്ചടി നേരിട്ടാണ് പിന്നീട് ഈ കേസ് CBI അന്വേഷിക്കുന്നത്. CBI അന്വേഷിച്ചപ്പോൾ ആദ്യം ക്രൈംബ്രാഞ്ച് 14 പ്രതികളെയാണ് പിടികൂടിയതെങ്കിൽ പിന്നീട് 10 പ്രതികളെ കൂടി, ഈ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 10 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ കേസിൽ 2021 ഡിസംബറിൽ CBI കുറ്റപത്രം സമർപ്പിച്ചത്. നിലവിൽ 24 പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം CPI പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന A പീതാംബരൻ 1ാം പ്രതി എന്നുള്ളതാണ്. പുതുമ മുൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ, പെരിയ മുൻ ലോക്കൽ സെക്രട്ടറി N ബാലകൃഷ്ണൻ, പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തുള്ളി അടക്കമുള്ള CPMന്റെ പ്രധാന നേതാക്കളൊക്കെയാണ് ഈ കേസിൽ പ്രതികൾ. കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇന്ന് ആദ്യം ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ പ്രതികൾ കുറ്റക്കാരാണോ അല്ലയോ എന്നുള്ളതായിരിക്കും കോടതി വിധി പറയുക. അതിനുശേഷമായിരിക്കും ഈ കേസിലെ ശിക്ഷാവിധി പ്രസ്താവിക്കുക. നിലവിൽ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെയാണ് ഈ കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത്. 2ാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചതിനാണ് മുൻ MLA KV കുഞ്ഞിരാമനെ കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത്. DYSP T അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള CBI സംഘമാണ് ഈ കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. എന്തായാലും ആദ്യത്തെ കേസായി തന്നെ ഈ പെരിയ ഇരട്ട കൊലപാതക കേസ് CBI കോടതി പരിഗണിക്കും. ശേഷാദ്രിയാണ് ഈ കേസിൽ. അതായത് ഇന്ന് കുറ്റക്കാരെന്ന് വിധി പറയുക മാത്രമേ ഉണ്ടാവുള്ളൂ. ശിക്ഷാ വിധിക്കുക ഒരുപക്ഷെ കുറ്റക്കാരെന്ന് തെളിഞ്ഞാൽ നാളെയോ തൊട്ടടുത്ത ദിവസങ്ങളിലോ ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം അതിന് വീണ്ടും ഒരു വാദം കേൾക്കേണ്ടതുണ്ട്. പ്രതിഭാഗത്തിന് തങ്ങളുടെ വാദങ്ങൾ അവതരിപ്പിക്കാം. എന്തുകൊണ്ട് ശിക്ഷ കൂട്ടണം, കുറയ്ക്കണം തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യാം. എന്നാലും നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ തന്നെ നടുക്കിയ ഒരു ഇരട്ടക്കൊലക്കേസായിരുന്നു പെരിയ ഇരട്ടക്കൊലക്കേസ്. ആ പെരിയ ഇരട്ടക്കൊലക്കേസിലാണ് CBIയുടെ അന്വേഷണത്തിനു ശേഷം CBI സമർപ്പിച്ചിരിക്കുന്ന 24 പ്രതികൾ കുറ്റക്കാരാണോ അല്ലയോ എന്ന് അല്പസമയത്തിനുള്ളിൽ നമുക്കറിയാം. രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ കൊലപാതകമാണ്. സൈഫുനിസ സൂചിപ്പിച്ചതുപോലെ ആദ്യം ക്രൈംബ്രാഞ്ചും പോലീസും ഒക്കെ അന്വേഷിക്കുകയും പിന്നീട് CBI അന്വേഷണത്തിനെത്തുമ്പോൾ പ്രതിപട്ടിക വിപുലീകരിക്കുകയും ചെയ്യുന്നു. 14 പേരിൽ നിന്ന് 24 പേരിലേക്ക് പ്രതിപട്ടിക വളരുന്നു. അതിൽ മുൻ MLA അടക്കം ഉൾപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. കേസിൽ നമ്മൾ കൗതുകത്തോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ 24 പ്രതികളും കുറ്റക്കാരാണ് എന്ന് കോടതി വിധിക്കുമോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ CPMന് വലിയ രാഷ്ട്രീയ പ്രതിരോധം ഇതിൽ തീർക്കേണ്ടി വരും. തീർച്ചയായും 2 കോൺഗ്രസിന്റെ പ്രവർത്തകരെ കൃപേഷും ശരത്ലാലിനെയും നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബത്തിന്റെ വേദനകളൊക്കെ നമ്മൾ പങ്കുവച്ചതാണ്. കേരളം ചർച്ച ചെയ്തിരുന്നതുമാണ്. പ്രിയപ്പെട്ടവരെ,